ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പറഞ്ഞാൽ തേർഡ് മോഡ്യൂളാണ്. തേർഡ് മോഡ്യൂളിൻ്റെ പേര് തന്നെയാണ് ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്. അതിലെന്തായാലും ആ പോർഷൻ നിങ്ങൾ സിലബസിൽ ചെക്ക് ചെയ്യുക. ആ പോർഷൻ ഇതാണ് കാണുന്നത്, നിങ്ങൾ നോക്കുക. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അന്നേരം ആദ്യം നിങ്ങളുടെ മുമ്പിൽ ഒരു ഫിഗർ കാണുന്നുണ്ട്. അന്നേരം ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് എന്താണ് എന്ന് നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ. അന്നേരം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ് നമുക്ക് ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് എന്താണ് എന്നുള്ള ധാരണ ആക്കിയ ശേഷം നമുക്ക് പോർഷനിലേക്ക് കടക്കാം. അന്നേരം ഇതാണ് നിങ്ങളെടുക്കുക, ഒരു പ്രോസസ്സ് തന്നിട്ടുണ്ട്. എന്താണ് ഒരു പ്രോസസ്സ് തന്നിട്ടുണ്ട്? അതായത് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ ഒരു സെക്ഷനാണ് ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അതായത് നമ്മളെ ഒരു പൈപ്പിൽ നിന്ന് ഒരു ടാങ്കിലേക്ക് വെള്ളം നിറയുന്നു. ഓക്കെ, ഇതിൽ നമുക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് എന്ത് പ്രോസസ് സ്റ്റേഷനാണിത്? നിങ്ങൾ ഒരു 30 സെക്കൻഡ് തരാം, നിങ്ങൾക്ക് പറയാൻ പറ്റുമൊക്കെ. ഈ കാണുന്നത് എന്ത് പ്രോസസ് സ്റ്റേഷനാണ്? യെസ്, ലെവൽ പ്രോസസ് സ്റ്റേഷനാണ്. താഴെ എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ സീരിയസിലെ കുട്ടികൾ ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, നോ പ്രോബ്ലം. ഇല്ലാത്തവർ ശ്രദ്ധിക്കുക. അതായത് ഇത് ലെവൽ പ്രോസസ് സ്റ്റേഷനാണ്. ഇതിൽ നമുക്ക് എന്താണ് കൺട്രോൾ ചെയ്യേണ്ടത്? ലെവലാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഓക്കെ, കൺട്രോൾഡ് വേരിയബിൾ ലെവലാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ കൺട്രോൾഡ് വേരിയബിൾ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഇനി അതിലേക്ക് എത്തിക്കണം, തിരിച്ച് ആ സെറ്റ് പോയിന്റിലേക്ക് എത്തിക്കണം. ഇങ്ങനെ സാധിക്കുന്നത് എന്ത് ചേഞ്ച് ചെയ്തിട്ടാണ്? മാനിപ്പുലേറ്റഡ് വേരിയബിൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തിക്കുന്നത്, സെറ്റ് പോയിന്റിലേക്ക് എത്തിക്കുന്നത്. അന്നേരം ഈ മാനിപ്പുലേറ്റഡ് വേരിയബിളിനെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? കൺട്രോൾഡ് എലമെൻറ്റ് പറഞ്ഞ ബ്ലോക്ക് ഡയഗ്രാം. അതിലേത്തെ ഒരു മെയിൻ ഭാഗമാണ് ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്. ചെറിയ ധാരണ കിട്ടിയാൽ, അതായത് കൺട്രോൾഡ് വേരിയബിൾ സെറ്റ് പോയിന്റിൽ നിന്ന് ചേഞ്ച് ചെയ്താൽ അതിനെ തിരിച്ച് സെറ്റ് പോയിന്റിലേക്ക് എത്തിക്കാൻ നമ്മൾ മാനിപ്പുലേറ്റഡ് വേരിയബിൾ ചേഞ്ച് ചെയ്യും. അതെല്ലാവർക്കും അറിയാം. അങ്ങനെ മാനിപ്പുലേറ്റഡ് വേരിയബിൾ ചേഞ്ച് ചെയ്യാൻ കാരണം എന്ത് വെച്ചിട്ടാണോ മാനിപ്പുലേറ്റഡ് വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നത്, അതാണ് കൺട്രോൾ എലമെൻറ്റ്. ആ കൺട്രോൾ എലമെൻറ്റിലെ മെയിൻ ഭാഗമാണ് ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്. തൊട്ടടുത്ത ഭാഗമാണ് ആക്ച്വേറ്റർ. കത്തിയില്ലേ? അന്നേരം ഈ പ്രോസസ്സ് നിങ്ങൾ നോക്കുക. ടാങ്കിലേക്ക് വെള്ളം നിറയുന്നുണ്ട്. അന്നേരം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈറ്റാണ് കൺട്രോൾ ചെയ്യേണ്ടത്, സിമ്പിളായിട്ട്. അന്നേരം ഈ ഹൈറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മൾ കൺട്രോൾ ചെയ്യുക? അല്ല, എന്താണ് ചേഞ്ച് ചെയ്യുക? ഹൈറ്റ് ഇപ്പോൾ ചേഞ്ച് ചെയ്താൽ നമ്മൾ ഏതാണ് ചേഞ്ച് ചെയ്താലാണ് ഹൈറ്റ് നമുക്ക് കറക്റ്റാക്കി വെക്കുക? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫ്ലോ ആണ് ശരിക്കും ചേഞ്ച് ചെയ്യും. വാട്ടറിൻ്റെ ഫ്ലോ കൂട്ടുകയോ കുറക്കുകയോ ചെയ്താൽ എന്ത് ചെയ്യും? ഈ എച്ചിൽ ചേഞ്ച് ഉണ്ടാവും. എച്ചിന് നമുക്കൊരു ഫിക്സഡ് വാല്യൂയിലാക്കാം. ആ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളെന്താണ് ഫൈനൽ കൺട്രോൾ എലമെൻറ്റിലേക്കാണ് വരുന്നത്. അന്നേരം നമ്മൾ എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ടാങ്കിൻ്റെ താഴെ ഒരു വാൾവ് വെക്കും. ഇപ്പം ലെവൽ കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വാൾവ് തുറക്കും. ലെവൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വാൾവ് അടക്കും. അന്നേരം ഫ്ലോ ഇവിടുന്ന് വരുന്നുണ്ട് ടാങ്കിലേക്ക്. മനസ്സിലായില്ലേ? അന്നേരം ഈ വാൾവില്ലേ, ഈ ടാങ്കിനെ, ഈ പ്രോസസ്സിനെ ആയിട്ട് നേരിട്ട് എഫക്റ്റ് ചെയ്യുന്ന സാധനമാണ്, നേരിട്ട് കണക്റ്റഡ് ആയ സാധനമാണ് എന്ത്? ഈ വാൾവ്. ഈ വാൾവിനെയാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് എന്ന് പറയും. ഐഡിയ എത്തി? എല്ലാവർക്കും മനസ്സിലായില്ലേ? അതായത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു വൈവക്ക് ചോദിച്ചു എന്താണ് ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കറിയാം എന്താണ്? കൺട്രോൾ വാൾവാണ്, അല്ലെങ്കിൽ ഹീറ്ററാണ്, ടെമ്പറേച്ചറിൻ്റെ കേസ്. മനസ്സിലായ? അന്നേരം ഈ കൺട്രോൾ വാൾവ് തുറക്കുകയും ചെയ്യണം, അടക്കുകയും ചെയ്യണം. ഈ 2 ഓപ്പറേഷനാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 20% തുറക്കേണ്ടി വരും, 30%, ഡിപ്പെൻസ്. ഓക്കെ, അന്നേരം ഈ തുറക്കാനും അടക്കാനും ഒരു മെക്കാനിക്കൽ ഫോഴ്സ് വേണ്ടേ? എന്താണ് ഐഡിയ? മനസ്സിലാക്കുക കുട്ടികളെ. ഇത് എന്നിട്ട് നിങ്ങൾ എക്സാമിന് നോക്കുക. ഐഡിയ ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അന്നേരം എന്താണ് ആക്ച്വേറ്റർ പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറയാം. ഈ ഫിഗർ നോക്കുക. ഈ കൺട്രോൾ വാൾവിനെ വാൾവ് പറഞ്ഞാൽ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. അന്നേരം ഈ ഡിവൈസിനെ തുറക്കാനും അടക്കാനും ഇല്ല ഒരു മെക്കാനിക്കൽ ഫോഴ്സ് നമുക്ക് കൊടുക്കണം.
ആ മെക്കാനിക്കൽ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്? ആക്ച്വേറ്ററാണ്. മനസ്സിലായ? ആക്ച്വേറ്റർ പറഞ്ഞാൽ മനസ്സിലായ? ഈ പാഠത്തിലെ വേറൊരു സെക്ഷനാണ് ആക്ച്വേറ്റർ. ആക്ച്വേറ്റർ സിമ്പിളായിട്ട് പറഞ്ഞ ഒരു ഡിവൈസാണ്. ഇതിൻ്റെ ഇൻപുട്ട് എന്താണ്? കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട്. കൺട്രോൾ സിഗ്നലാണ് ഏതിൻ്റെ ഇൻപുട്ട്? ആക്ച്വേറ്ററിൻ്റെ ഇൻപുട്ട്. ഈ കൺട്രോൾ സിഗ്നലിൻ്റെ പ്രത്യേകത എന്താണ്? അതായത് നമ്മളെ എറർ എത്രയാണ് എന്ന് നോക്കിയിട്ടാണ് കൺട്രോൾ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. സിമ്പിളായിട്ട് ഉണ്ടായ എററിനെ തിരിച്ച് സീറോയിലേക്ക് എത്തിക്കാനുള്ള ആക്ഷനാണ് ഈ കൺട്രോൾ സിഗ്നൽ. മനസ്സിലായില്ലേ? അന്നേരം ഈ കൺട്രോൾ സിഗ്നൽ ആരാണ് റിസീവ് ചെയ്യുന്നത്? ആക്ച്വേറ്റർ. അന്നേരം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, കൺട്രോൾ സിഗ്നൽ പറഞ്ഞാൽ എന്താണ്? എറർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ എററിനെ തിരിച്ച് സീറോയിലേക്കാക്കാൻ ചെയ്യേണ്ട കാര്യമാണ്, ചെയ്യേണ്ട എന്താണ്? അതാണ് കൺട്രോൾ സിഗ്നൽ. ആ കൺട്രോൾ സിഗ്നൽ ആക്ച്വേറ്റർ റിസീവ് ചെയ്യും. ആക്ച്വേറ്റർ എന്ത് ചെയ്യും? ആ സിഗ്നലിന് കണക്കായിട്ട് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ആർക്ക് കൊടുക്കും? വാൾവിന് കൊടുക്കും. മനസ്സിലായില്ലേ? ആ വാൾവ് അന്നേരം ചിലപ്പോൾ തുറക്കുമായിരിക്കും, ചിലപ്പോൾ അടക്കുമായിരിക്കും. ആ ആക്ഷൻ സംഭവിച്ചാൽ ഈ പ്രോസസ്സിൻ്റെ കൺട്രോൾഡ് വേരിയബിൾ എന്താവും? സെറ്റ് പോയിന്റിലേക്ക് എത്തും. ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ്? കൺട്രോൾ വാൾവാണ്. ആക്ച്വേറ്റർ പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് ഒരു ഡിവൈസാണ്. അത് എന്ത് ചെയ്യും? കൺട്രോൾ സിഗ്നലിനെ റിസീവ് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു മെക്കാനിക്കൽ ഫോഴ്സ്. ഏതിന്? ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് ഓർ ആക്ച്വേറ്റർ. ആക്ച്വേറ്ററിനല്ല, കൺട്രോൾ വാൾവിന്. ഓക്കെ, ഏകദേശം ഒരു ധാരണ കിട്ടിയാൽ ദെൻ നമ്മൾ കൺട്രോൾ സിസ്റ്റം പാരാമീറ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അന്നേരം നോക്കുക, കൺട്രോളർ നേരെ കൂടും ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്. അതായത് സിമ്പിളായിട്ട് ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ എലമെൻറ്റ് എന്ന് നമ്മൾ പറയാം. അതിലത്തെ ഒരു പോർഷനാണ് ആക്ച്വേറ്ററും ഫൈനൽ കൺട്രോൾ എലമെൻറ്റും. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എക്സാമിന് ഒരു 6 മാർക്കിന് അല്ലെങ്കിൽ 7 മാർക്കിന് ചോദിക്കുന്നൊരു ചോദ്യമാണ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ. അന്നേരം നിങ്ങൾ ഈ സിഗ്നൽ കൺവേർഷനും ഈ പ്രോസസ്സ് ഒഴിവാക്കല്ല, പഠിക്കാൻ എളുപ്പം ഞാൻ പറഞ്ഞിരുന്നത്. അന്നേരം നമുക്ക് ഓൾറെഡി അറിയാം ഫൈനൽ കൺട്രോൾ ഓപ്പറേഷനിൽ എങ്ങനെ ഫൈനൽ കൺട്രോൾ എലമെൻ്റ് ഉണ്ട്. ഫൈനൽ കൺട്രോൾ എലമെൻ്റെ കൂടെ തന്നെയാണ് എന്ത്? ആക്ച്വേറ്റർ. ഓക്കെ, അന്നേരം ആക്ച്വേറ്ററും ഫൈനൽ കൺട്രോൾ ബ്ലോക്ക് എലമെൻറ്റും നിങ്ങളെല്ലാവരും പഠിച്ചല്ല. ഇനി നമ്മളൊരു സിഗ്നൽ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം നമ്മളൊരു സിഗ്നൽ ഒന്നിലേക്ക് കൊടുക്കുന്നു, അത് കൺട്രോൾ സിഗ്നൽ. ഈ കൺട്രോൾ സിഗ്നൽ ഇപ്പം നമ്മളെ ഈ വാൾവ് ചിലപ്പോൾ ചെറിയ വാൾവായിരിക്കും. സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ എന്ന രീതിയിലാണ് പറയുന്നത്. ആ രീതിയിൽ മാത്രം ഇത് ശ്രദ്ധിക്കുക. അതായത് ചിലപ്പം ചെറിയ വാൾവായിരിക്കും, ചിലപ്പം വലിയ വാൾവായിരിക്കും, ഡിപ്പെൻസ് ആണ്. അന്നേരം നമുക്ക് കിട്ടുന്ന സിഗ്നലിനെ എന്ത് ചെയ്യണം? നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടി വരും. നേരിട്ടിട്ട് ആക്ച്വേറ്ററിലേക്ക് എല്ലാം ഒരേപോലത്തെ ഒരു സിഗ്നൽ കൊടുത്താൽ നമുക്ക് നടക്കുക. മനസ്സിലായ? ഡിപ്പെൻസ്. അന്നേരം സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യണം. അതാണ് നമ്മൾ അവിടെ എന്ത് വെച്ചത്? സിഗ്നൽ കൺവേർഷൻ വെച്ചു. സിഗ്നൽ കൺവേർഷനിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് കിട്ടുന്ന, അതായത് കൺട്രോൾ സിഗ്നലിൽ എന്ത് ചെയ്യും? മോഡിഫൈ ചെയ്യും. മോഡിഫൈ ചെയ്തിട്ട് ആക്ച്വേറ്ററിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കും സിഗ്നൽ കൺവേർഷൻ. ഓക്കെ, ആ ബ്ലോക്ക് ഡയഗ്രം നിങ്ങളെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും. ദെൻ ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് ഏതുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്? പ്രോസസ്സായിട്ട്. ദെൻ ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ എന്തായിരിക്കും? പ്രോസസ്സ്. അന്നേരം ഇത് എക്സാമിന് ബൈ ഹാർട്ട് പഠിച്ച് പോകേണ്ട ആവശ്യമുണ്ടോ? ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ ഇല്ല. എളുപ്പം ഞാൻ പറയാം. ഒന്ന് ആക്ച്വേറ്റർ ഉണ്ടാവും, ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് ഉണ്ടാവും. ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് ഏതായിട്ട് നേരിട്ട് ബന്ധമുണ്ട്? പ്രോസസ്സായിട്ട് ബന്ധമുണ്ട്. നേരെ പ്രോസസ്സും കൊടുക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ കൺട്രോളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രോൾ സിഗ്നൽ ചിലപ്പം ഒരു ടൈപ്പായിരിക്കും, ഒരു രീതിയിലേക്കും പ്രൊഡ്യൂസ് ചെയ്യാം. അത് ചിലപ്പോൾ നമ്മളെ ആക്ച്വേറ്റർ, അതായത് ഫൈനൽ കൺട്രോൾ എലമെൻ്റ് ആയ ചിലപ്പോൾ കൺട്രോൾ വാൾവ് ചെറുതായിരിക്കാം, വലുതായിരിക്കാം, ഏത് രീതിയിലായിരിക്കാം. അതായത് നമുക്ക് കിട്ടുന്ന സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മോഡിഫൈ ചെയ്യേണ്ടി വരും. അന്നേരം നമ്മൾ ആടെ ഒരു സിഗ്നൽ കൺവേർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഈ 4 ബ്ലോക്ക് ഡയഗ്രാം ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ ഉണ്ടാവുന്നത്. അന്നേരം
നിങ്ങൾ ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ പഠിക്കുന്നതിന് മുമ്പ് ബ്രീഫായിട്ട് നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റൂലേ? ആക്ച്വേറ്റർ പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇൻപുട്ട് സിഗ്നൽ എഴുതാണ്. സിഗ്നൽ കൺവേർഷൻ്റെ ഔട്ട്പുട്ടാണ് ആക്ച്വേറ്ററിൻ്റെ ഇൻപുട്ട്. എഴുതാലോ. ആക്ച്വേറ്റർ പറഞ്ഞാൽ എന്താണ് ചെയ്യുക? അതായത് കൺട്രോളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രോൾ സിഗ്നൽ, അതാണല്ലോ സിഗ്നൽ കൺവേർഷനിലേക്ക് പോകുന്നത്. അതായത് മെയിൻ ഹെഡ് കൺട്രോളറാണ്. ആ സിഗ്നൽ യൂസ് ചെയ്തിട്ട് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മെക്കാനിക്കൽ ഫോഴ്സ് ആർക്ക് കൊടുക്കും? ഫൈനൽ കൺട്രോൾ എലമെൻറ്റിന്. ഈ ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് പറഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾ കൺട്രോൾ വാൾവാണ്. ഈ കൺട്രോൾ വാൾവ് നേരിട്ട് ഏതുമായിട്ട് ബന്ധമുണ്ട്? പ്രോസസ്സായിട്ട് ബന്ധമുണ്ട്. പ്രോസസ്സിന് നമ്മൾ എന്ത് ചെയ്യും? വാൾവ് തുറക്കും അടക്കുന്നു വെച്ചിട്ട് പ്രോസസ്സിൽ ചേഞ്ച് ഉണ്ടാവും. അന്നേരം സെറ്റ് പോയിന്റിലേക്ക് നമ്മളെ കൺട്രോൾ വേരിയബിൾ എത്തും. ഏകദേശ ധാരണയായി. നിങ്ങൾക്ക് ഇനി പഠിക്കാണ്ട് തന്നെ നെക്സ്റ്റ് ടോപ്പിക് ഇത് ഡീറ്റെയിൽ പഠിക്കാന്നുണ്ട് തന്നെ ഒരു ബ്രീഫായിട്ട് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. 6 മാർക്കിന് ഷുവറാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു എന്താണ് ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് necessary to convert control signal into proportional action on the process itself. എന്താണ്? കൺട്രോൾ സിഗ്നലിനെ പ്രൊപ്പോർഷണൽ ആക്ഷനിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോസസ് കൺട്രോൾ ഓപ്പറേഷൻ. ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ. ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ വാൾവാണ്. ഈ മൊത്തമായിട്ടുള്ള സെറ്റപ്പിനെ നമ്മൾ എന്ത് പറയുന്നത്? ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ. ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ രണ്ടാളുണ്ട്. ഈ പറഞ്ഞ 4 ബ്ലോക്ക് ഉണ്ട്. സിഗ്നൽ കൺവേർഷൻ, ആക്ച്വേറ്റർ, ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്, പ്രോസസ്. ഓക്കെ, ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് ആർ ഡിവൈസ് ദാറ്റ് കംപ്ലീറ്റ് ദ കൺട്രോൾ ലൂപ്പ്. അതായത് നമുക്ക് ഓൾറെഡി അറിയാം ഇതാണ് പ്രോസസ്സ് തുടങ്ങി മെഷർമെൻറ്റ്, എറർ ഡിറ്റക്ടർ, കൺട്രോളർ തീർന്നാ? പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ഡയഗ്രാം തീർന്നാ? ഇല്ല. കൺട്രോൾ എലമെൻറ്റ് അതായത് ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ, ഇതാണ് നമ്മളെ ഈ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന ഫൈനലായിട്ടുള്ള ഏരിയ. അതായത് ഇതില്ലെങ്കിൽ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആവില്ല. ഓക്കെ, ദെൻ ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്. അതായത് ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് പറഞ്ഞാൽ മനസ്സിൽ അന്നാട് കത്തുക എന്താണ്? കൺട്രോൾ വാൾവാണ്. ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് പറഞ്ഞാൽ ഒന്നും നോക്കേണ്ട, കൺട്രോൾ വാൾവാണ്. അന്നേരം കൺട്രോൾ വാൾവ് എന്തെല്ലാമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ആലോചിക്കുക. നമ്മളൊരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിൽ നേരിട്ട് ഇതെന്തുണ്ടാവും? ബന്ധമുണ്ടാവും. ഫൈനൽ കൺട്രോളും വേറൊരു എക്സാമ്പിൾ ഹീറ്റർ. ഓക്കെ, എന്തുണ്ടാവും? ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് പ്രോസസ്സിൽ നേരിട്ട് പങ്കാളിയായിരിക്കും. അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് കാണാം. പക്ഷേ കൺട്രോളർ കാണാൻ പറ്റുമോ? ഇല്ല. മെഷർമെൻറ്റും നേരിട്ട് പ്രോസസ്സിൽ കാണാം. എറർ ഡിറ്റക്ടർ പ്രോസസ്സായിട്ട് എവിടെയെങ്കിലും ബന്ധമുണ്ടാവും. പ്രോസസ്സ് ഇവിടേക്കും, എറർ ഡിറ്റക്ടർ കുറച്ച് ദൂരെയായിരിക്കും. സോ പ്രോസസ്സായിട്ട് നേരിട്ട് കോണ്ടാക്റ്റിലെ ഒരു കാര്യമാണ്, ഒരു സെക്ഷനാണ് ഏത്? ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു അതാണ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആക്കുന്നത്. ദെൻ ഓൾറെഡി നമ്മൾ എന്താണ് ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് കൺട്രോൾഡ് വേരിയബിളിനെ സെറ്റ് പോയിന്റിലേക്ക് എത്തിക്കാൻ നമ്മൾ മാനിപ്പുലേറ്റഡ് വേരിയബിൾ ചേഞ്ച് ചെയ്യും. ഓക്കെ, കൺട്രോൾഡ് വേരിയബിളിനെ സെറ്റ് പോയിന്റിലേക്ക് എത്തിക്കാൻ മാനിപ്പുലേറ്റഡ് വേരിയബിൾ ചേഞ്ച് ചെയ്യും. ഈ മാനിപ്പുലേറ്റഡ് വേരിയബിൾ ചേഞ്ച് ചെയ്യിക്കുന്നത് ആരാണ്? ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഏരിയയാണ്. അതിലെ ആക്ച്വേറ്ററും കൺട്രോൾ വാൾവാണ് ഇതിനെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത്. ഇതാണ് എന്ത്? ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്. ഓക്കെ, ദെൻ സിഗ്നൽ കൺവേർഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ് സിഗ്നൽ കൺവേർഷൻ? ദീസ് സ്റ്റെപ്സ് റെഫേഴ്സ് ടു ദി മോഡിഫിക്കേഷൻസ് ദാറ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു ദി കൺട്രോൾ സിഗ്നൽ ടു പ്രോപ്പർലി ഇൻ്റർഫേസ് വിത്ത് ദ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ദാറ്റ് ഈസ് ആക്ച്വേറ്റർ. അതായത് കൺട്രോളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രോൾ സിഗ്നൽ നല്ല രീതിയിൽ ഇൻ്റർഫേസ് ഏതായിട്ട്? ആക്ച്വേറ്ററായിട്ട് ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെക്ഷനാണ്, ബ്ലോക്കാണ് എന്ത്? സിഗ്നൽ കൺവേർഷൻ. അത് എന്ത് ചെയ്യും? ഈ കൺട്രോൾ സിഗ്നലിനെ എന്ത് ചെയ്യും? മോഡിഫൈ ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം.
If a control element is to be operated by electric motor actuator, then 4 to 20 milliampere DC control signal must be modified to operate the motor. ഇപ്പം നമുക്ക് കിട്ടുന്ന കൺട്രോൾ സിഗ്നൽ 4 to 20 മില്ലി ആംപിയർ ആണ്. ഇതാണ് നമുക്കൊരു ഡി സി ഒരു ഇലക്ട്രിക് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ഈ 4 to 20 മില്ലി ആംപിയറിനെ കൊണ്ടൊന്ന് നടക്കുക ഇല്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സിമ്പിളായിട്ട് അതിനെ മോഡിഫൈ ചെയ്യേണ്ടി വരും. മനസ്സിലായ? അതാണ് സിഗ്നൽ കൺവേർഷൻ എന്ന ബ്ലോക്ക് ഡയഗ്രാം പറഞ്ഞാൽ. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾ ഈ എക്സാമ്പിൾ തന്നെ പഠിക്കുക. സാധാരണ നമ്മളെ കൺട്രോൾ സിഗ്നൽ വരുന്നത് 4 to 20 മില്ലി ആംപിയർ ആണ്. ഈ 4 to 20 മില്ലി ആംപിയർ യൂസ് ചെയ്തിട്ട് ഒരു ഇലക്ട്രിക് മോട്ടർ ആയ ആക്ച്വേറ്ററിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഇതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സിഗ്നൽ കൺവേർഷൻ ഉപയോഗിച്ചിട്ട് മോഡിഫൈ ചെയ്യേണ്ടി വരും. ഈ മോഡിഫൈ ചെയ്ത സിഗ്നൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് കൊടുക്കാൻ പറ്റൂ, ആക്ച്വേറ്ററിലേക്ക് കൊടുക്കാൻ പറ്റൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വേറ്റർ. നമ്മൾ ഓൾറെഡി കുറേ പറഞ്ഞിട്ടുണ്ട് ആക്ച്വേറ്ററിനെ കുറിച്ചിട്ട്. 2-3 കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയാം. എന്താണ് ആക്ച്വേറ്റർ? The results, the signal conversion provide an amplified or converted signal designed to operate a mechanism that changes the controlling variable in the process. ഓക്കെ, ഒന്നും കൂടി, അതായത് നമ്മളെ പ്രോസസ്സിലെ കൺട്രോളിങ് വേരിയബിൾ, അതാണ് മാനിപ്പുലേറ്റഡ് വേരിയബിൾ. മാനിപ്പുലേറ്റഡ് വേരിയബിളിന് മറ്റൊരു പേരാണ് കൺട്രോളിങ് വേരിയബിൾ. ഈ കൺട്രോളിങ് വേരിയബിൾ ഇതിനെ ചേഞ്ച് ചെയ്യാൻ ഉള്ള ഒരു മെക്കാനിക്കൽ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്? ആക്ച്വേറ്ററാണ്. ഒരു കാര്യം കൂടി പറയാം. ഈ ആക്ച്വേറ്റർ, ദ ഡയറക്റ്റ് എഫക്റ്റ് ഈസ് യൂഷ്വലി ഇംപ്ലിമെൻറ്റഡ് ബൈ സംതിങ് ഇൻ ദിസ് പ്രോസസ് സച്ച് ആസ്, അതായത് ആക്ച്വേറ്റർ ഡയറക്റ്റായിട്ട് പ്രോസസ്സുമായിട്ട് നേരിട്ട് ബന്ധമില്ല. പക്ഷേങ്കിൽ ആക്ച്വേറ്റർ ഡയറക്റ്റായിട്ട് ഏതുമായിട്ട് ബന്ധമുണ്ട്? വാൾവായിട്ട് ബന്ധമുണ്ട്. അതായത് ഈ ആക്ച്വേറ്റർ പ്രൊഡ്യൂസ് ചെയ്ത മെക്കാനിക്കൽ ഫോഴ്സ്, അതായത് ഒരു പ്രഷർ ഞാൻ കൊടുക്കും, ആ പ്രഷർ കൊടുക്കുന്നതിനാണ് കൺട്രോൾ വാൾവിനാണ്. ആ വാൾവ് അന്നേരം ഒന്നുകിൽ വാൾവ് അടക്കും, അല്ലെങ്കിൽ വാൾവ് എന്ത് ചെയ്യും? തുറക്കും. കാര്യം ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഇതല്ല എക്സാമ്പിൾ. ഇഫ് എ വാൾവ് ഈസ് ടു ബി ഓപ്പറേറ്റഡ്, ദെൻ ആക്ച്വേറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ദ control signal into physical action of opening or closing the valve. മനസ്സിലായല്ല? ആക്ച്വേറ്റർ പറഞ്ഞാൽ കണ്ണും പൂട്ടി പറയാം എന്താണ്? കൺട്രോൾ സിഗ്നലിനെ റിസീവ് ചെയ്തിട്ട് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മെക്കാനിക്കൽ ഫോഴ്സ് എന്താണ്? എത്രയാണോ സെറ്റ് പോയിൻ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് എത്രയാണോ എറർ ഉണ്ടായിനി, ആ എററിനെ തിരിച്ച് സെറ്റ് പോയിന്റിൽ എററിനെ സീറോ ആക്കാൻ, അല്ലെങ്കിൽ കൺട്രോൾ വേരിയബിളിനെ സെറ്റ് പോയിന്റിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഫോഴ്സാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യല്? ആക്ച്വേറ്റർ. ഓക്കെ, ദെൻ ആക്ച്വേറ്ററിനെ കുറിച്ച്, ആക്ച്വേറ്ററിൻ്റെ കുറച്ച് ആക്ച്വേറ്ററിൻ്റെ ടൈപ്പ് പറയാം. ന്യൂമാറ്റിക്കലി ആക്ച്വേറ്റർ, ഹൈഡ്രോളിക് ആക്ച്വേറ്റർ, ദെൻ ഇലക്ട്രിക്കൽ ആക്ച്വേറ്റർ. 3 ടൈപ്പ് ആക്ച്വേറ്ററാണ്: ന്യൂമാറ്റിക്, ഹൈഡ്രോളിക് ആൻഡ് ഇലക്ട്രിക്കൽ. എന്താണ് ന്യൂമാറ്റിക് ആക്ച്വേറ്റർ പറഞ്ഞാൽ? എന്തായിരിക്കും? പ്രഷറായിരിക്കും വരിക ഇൻപുട്ട്. ഓക്കെ, ഹൈഡ്രോളിക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബൈ യൂസിങ് ഓയിലാണ്. ഇലക്ട്രിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇലക്ട്രിക്കൽ സിഗ്നലാണ്. ഓക്കെ, ആക്ച്വേറ്റേഴ്സ് എത്ര ടൈപ്പ്? ന്യൂമാറ്റിക്, ഹൈഡ്രോളിക്, ഇലക്ട്രിക്കൽ. നമുക്കിതിൽ പഠിക്കാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. എന്താണ് ആക്ച്വേറ്റർ, എന്തെല്ലാം ടൈപ്പ് എന്ന് പറയണ്ടേ? ഡയഫ്രം ഒരു ആക്ച്വേറ്ററാണ്. ബെലോസ് ഒരു ആക്ച്വേറ്ററാണ്. സ്പ്രിങ്, അതായത് സ്പ്രിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് സ്പ്രിങ് ഉന്തിയാലും മറ്റേ സൈഡിൽ നിന്ന് എന്തായി മുന്നോട്ട് പോകാനൊരു ഫോഴ്സ് കൊടുക്കും അല്ലേ? അതുതന്നെയാണ് സ്പ്രിങ്. ഗിയർ, ഹൈഡ്രോളിക് പൈലറ്റ് വാൾവ്സ്, പിസ്റ്റൺ, ഇലക്ട്രിക് മോട്ടേഴ്സ് ആർ ഓഫൺ എ പാർട്ട് ഓഫ് ആക്ച്വേറ്റർ സിസ്റ്റം. ഓക്കെ, അന്നേരം ഏകദേശ ധാരണ കിട്ടിയ ഡയഫ്രം എന്ത് കൊടുക്കും? ഡയഫ്രത്തിന് എന്തായിരിക്കും ഇൻപുട്ട് വരിക? നമ്മൾ ഇപ്പം സിമ്പിളായിട്ട് ആക്ച്വേറ്റർ 3 ടൈപ്പ് പഠിച്ചു: ന്യൂമാറ്റിക്, ഹൈഡ്രോളിക്, ഇലക്ട്രിക്. നിങ്ങൾ നോക്കുക, ഈ ന്യൂമാറ്റിക്, ഹൈഡ്രോളിക്, ഇലക്ട്രിക്കലിൻ്റെ എക്സാമ്പിൾ തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്.
അന്നേരം നിങ്ങൾ ഒന്ന് മനസ്സിലാലോചിക്കുക ഏതൊക്കെയാണ് ന്യൂമാറ്റിക്, ഏതൊക്കെയാണ് ഹൈഡ്രോളിക്, ഏതൊക്കെയാണ് ഇലക്ട്രിക്കൽ. അന്നേരം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ കിട്ടും. ഇതിൽ നമുക്ക് ആദ്യം നോക്കാം. ന്യൂമാറ്റിക് ആക്ച്വേറ്റർ പറഞ്ഞാൽ എന്തായിരിക്കും ഇൻപുട്ട് വരിക? ഇൻപുട്ട് എന്താണ് വരിക? ന്യൂമാറ്റിക് ആക്ച്വേറ്ററിലേക്ക് വരുന്ന ഇൻപുട്ട് പ്രഷറായിരിക്കും. ഓക്കെ, നമ്മൾ പ്രഷർ കൊടുക്കും. ഹൈഡ്രോളിക്കിൻ്റെ എന്തായിരിക്കും? ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈ ന്യൂമാറ്റിക് ആക്ച്വേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ആയിരിക്കും. എല്ലാത്തിൻ്റെ ഔട്ട്പുട്ട് മെക്കാനിക്കൽ ഫോഴ്സ്. ഓക്കെ, ഹൈഡ്രോളിക്കലി പറഞ്ഞ ആക്ച്വേറ്റർ പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ, ഓയിലാണ്. ഓയിൽ യൂസ് ചെയ്തിട്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മെക്കാനിക്കൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സിഗ്നലാണ്. വോൾട്ടേജ് ആവാം, കറണ്ട് ആവാം, എന്തും ആവാം. ഓക്കെ, അന്നേരം നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ ഏതെല്ലാം നോക്കാം. ന്യൂമാറ്റിക്കിൽ പറഞ്ഞാൽ ഇൻപുട്ട് വരുന്നത് പ്രഷറായിരിക്കും. പ്രഷർ വെച്ചിട്ട് ഏതെല്ലാം വർക്ക് ചെയ്യുന്നത്? ഡയഫ്രം അല്ലേ? ഡയഫ്രത്തിന് എന്തുണ്ടാവും? ഒരു ചെറിയ പ്രഷർ ഇപ്പുറം കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യും. പ്രഷറാണ് ഇൻപുട്ട്. ബെലോസ് എന്താണ്? ഇൻപുട്ട് പ്രഷറാണ്. ഓക്കെ, ഇനി ഹൈഡ്രോളിക് പൈലറ്റ് പേര് പോലെ തന്നെയാണ്. പിസ്റ്റൺ. ഇലക്ട്രിക് മോട്ടോഴ്സിന് എന്താണ് സപ്ലൈ കൊടുക്കുന്നത്? ഇലക്ട്രിക്കൽ സിഗ്നൽ. അന്നേരം ന്യൂമാറ്റിക്, ഹൈഡ്രോളിക്, ഇലക്ട്രിക്കലിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഇപ്പം തന്നെ പഠിച്ചു. ഇനി അതിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് പഠിച്ചാൽ വളരെ എളുപ്പമായി. ഓക്കെ, ഇനി ദർ ആർ 4 പ്രിൻസിപ്പൽ ടൈപ്പ് ഓഫ് ആക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ന്യൂമാറ്റിക്, ഹൈഡ്രോളിക്, സോളിനോഡ്, ഇലക്ട്രിക് മോട്ടർ. ഓക്കെ, നമ്മൾ ഈ സോളിനോഡിനെ കുറിച്ചിട്ട് ഇതിൽ പറഞ്ഞിട്ടാണ് മെയിനായിട്ട് ഈ 4 എണ്ണമാണ്. സോളിനോഡ് കൂടി ഉണ്ട്. ഓക്കെ, ന്യൂമാറ്റിക്, ഹൈഡ്രോളിക്, ഇലക്ട്രിക്, ഇതാണ് 3 എണ്ണം മെയിൻ. ദെൻ സോളിനോഡും കൂടിയുണ്ട്. ഓക്കെ, ദെൻ നിങ്ങൾ ആക്ച്വേറ്റർ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ മൊത്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ ഈ പൈപ്പിലേക്കൂടെ, ഇതൊരു പൈപ്പാണ്, ഫ്ലൂയിഡ് ഇന്ന് ഫ്ലൂയിഡ് ഔട്ട്. അന്നേരം ചിലപ്പോൾ നമുക്കിപ്പം ഇത് ഈടെ വെച്ചിട്ട് വേണമെങ്കിൽ നേരത്തെ നമ്മൾ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ഉണ്ടാവും. ഒരു പൈപ്പിൽ ഒരു ടാങ്കിൽ വെള്ളം നിറയുന്നുണ്ടാവും. അന്നേരം ടാങ്കിൻ്റെ താഴെ ഒരു ഇത് വെച്ചിട്ടുണ്ടാവും, അവിടെ ഒരു വാൾവ് വെച്ചിട്ടുണ്ടാവും. ആ വാൾവിൻ്റെ പൊസിഷനാണ് നിങ്ങൾ നോക്കുക. അതായത് ഇപ്പം ഈ ടാങ്കിൽ ഇപ്പോൾ ഒരു ടാങ്കുണ്ട് വിചാരിക്കുക. ആ ടാങ്കിൽ വെള്ളം നിറയുന്നുണ്ട്. ഒരു മിനിറ്റ്, ആ ടാങ്കിൽ വെള്ളം നിറയുന്നുണ്ട്. അന്നേരം നമുക്ക് ഈ വാൾവ് തുറക്കുകയോ അടക്കുകയോ ചെയ്യാം സിമ്പിളായിട്ട്. അന്നേരം നിങ്ങൾ ഈ ഏരിയ ആണ്, ഇതാണ് എന്ത്, ഈ വാൾവിൻ്റെ ഇതാണ് എന്ത്, ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്, കൺട്രോൾ വാൾവ്. ഓക്കെ, ഈടിയില്ലേ ഈ ഇൻപുട്ട് എയർ വരും. ഇതെന്താണ്? ഡയഫ്രാണ്. ഇതെന്താണ്? സ്പ്രിങ്. ഈ ഏരിയ എന്താണ്? ആക്ച്വേറ്റർ. ഈ സ്പ്രിങ്ങും ഈ ഡയഫ്രോ ആണ് എന്ത് കൊടുക്കുന്നത്? ഈ പിസ്റ്റണി മൂവ് ചെയ്യാനുള്ള ഫോഴ്സ് കൊടുക്കും. അല്ലെങ്കിൽ ഈ പിസ്റ്റൺ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഈ പിസ്റ്റണി അനങ്ങാനില്ല മൂവ്മെൻറ്റ് കൊടുക്കുന്നത്, ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്? ഈ 5, 6, 7 ഈ ഏരിയ. അതെന്താണ് ശരിക്കും? ആക്ച്വേറ്ററാണ്. അന്നേരം ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ്റെ 2 പാർട്ടുകളാണ്. ഒന്ന് ആക്ച്വേറ്റർ, ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്. ആക്ച്വേറ്റർ കിട്ടിയല്ല, ഈ ഏരിയ ആണ് ആക്ച്വേറ്റർ. അന്നേരം നിങ്ങൾ നോക്കുക, ഇതിലേക്ക് എന്താണ് വരുന്നത്? എയറാണ് വരുന്നത്. ഈ എയറാണ് എന്ത് സംഭവം? കൺട്രോൾ സിഗ്നൽ, അതായത് കൺട്രോളർ പ്രൊഡ്യൂസ് ചെയ്ത കൺട്രോൾ സിഗ്നൽ. ഈ കൺട്രോൾ സിഗ്നൽ, ഈ വരുന്ന എയർ എന്ത് കാരണമാണ്? ഈ ഉണ്ടായ എയറിനെ 0 ആക്കാൻ ഈ എയർ മതി. മനസ്സിലായല്ല? ഈ എയർ എവിടുന്ന വരുന്നത്? കൺട്രോളറിന്, കൺട്രോൾ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ശരി, ഈ അതായത് ഡയറക്റ്റ് കൺട്രോളറിനല്ലേ, കൺട്രോൾ പ്രൊഡ്യൂസ് ചെയ്ത കൺട്രോൾ സിഗ്നലിൻ്റെ പ്രൊപ്പോർഷനാലിറ്റി സിഗ്നൽ കൺവേർഷൻ എന്തുണ്ടാവും? ചിലപ്പം എയറിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ എയറാണ് ഡയറക്റ്റ് എയിലേക്ക് വരുന്നത്, ആക്ച്വേറ്ററിലേക്ക് വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ഇതെല്ലാം ഇനി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് 2-3 പ്രാവശ്യം പറയേണ്ടത്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ അധികം അതിങ്ങനെ പറഞ്ഞ് ഇത് നിങ്ങൾക്ക് ഒരു മനസ്സിലാവാത്ത രീതിയിലാക്കുന്നില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ടാണ് പറയുന്നത്. ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. Control element. This device has a direct influence on process dynamic variable and is designed as an integral part of process.
അന്നേരം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കൺട്രോൾ എലമെൻറ്റ്, അതായത് പ്രോസസ്സ്, മെഷർമെൻറ്റ്, എറർ ഡിറ്റക്ടർ, കൺട്രോളർ, പിന്നെന്താണ് കൺട്രോൾ എലമെൻറ്റ്. ഈ കൺട്രോൾ എലമെൻറ്റിനെ മൊത്തമായിട്ട് പറയുന്ന പേരാണ് ഓപ്പറേഷനാണ് ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ. കൺഫ്യൂഷനൊന്നും വേണ്ട. ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ എലമെൻറ്റിനെ മൊത്തമായിട്ട് പറയുന്നത്, അതായത് ആക്ച്വേറ്ററും ഇതും കൺട്രോൾ വാൾവും കൂടിയതാണ് കൺട്രോൾ എലമെൻറ്റ്. ഈ കൺട്രോൾ എലമെൻറ്റ് മൊത്തമായിട്ട് പറയുന്നത് ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ. ഓക്കെ, അന്നേരം ഇപ്പം നിങ്ങളോട് കൺട്രോൾ എലമെൻറ്റ് എന്ന് മാത്രം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇതാണ് ഒരു പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ഡയഗ്രത്തിലെ ലാസ്റ്റ് ബ്ലോക്ക്. ഓക്കെ, ഇത് നേരിട്ട് ഏതായിട്ട് കണക്റ്റാണ്? പ്രോസസ്സായിട്ട് കണക്റ്റാണ്. പിന്നെ നിങ്ങൾ പറയും ഇതിൽ 2 ഏരിയ ഉണ്ട്, ഒന്ന് ആക്ച്വേറ്റർ, ഒന്നെന്താണ് ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്. ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് എക്സാമ്പിൾ കൺട്രോൾ വാൾവ്. ആക്ച്വേറ്റർ പറഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്? കൺട്രോൾ വാൾവ് എക്സാമ്പിൾ കൺട്രോൾ വാൾവ് മാത്രമല്ല, വേറെ എന്ത് പറയാം? ഹീറ്റർ എന്ന് പറയാം, ഒരുപാടുണ്ട്. അന്നേരം ഈ കൺട്രോൾ വാൾവ് അല്ല ഹീറ്റർ ഇനി ചേഞ്ച് ചെയ്യാൻ, കൺട്രോൾ വാൾവിന് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ, ഹീറ്റർ ഓൺ ഓഫ് ആവാനില്ലേ ഫോഴ്സ്, ആ മെക്കാനിക്കൽ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്? ആക്ച്വേറ്ററാണ്. ഓക്കെ, ദെൻ കൺട്രോൾ എലമെൻറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒന്ന് എക്സാമ്പിൾ പറയാം. ഈ ഫ്ലോ ഈസ് ടു ബി കൺട്രോൾഡ്, നമുക്ക് ഫ്ലോ ആണ് കൺട്രോൾ ചെയ്യേണ്ടത്. ദെൻ കൺട്രോൾ എലമെൻറ്റ് ഈസ് എ വാൾവ്. അതായത് ഇപ്പം നമുക്ക് ഒരു ടാങ്കിൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ലെവൽ ഹൈറ്റ് കൺട്രോൾ ചെയ്യണം. അന്നേരം നമുക്ക് എന്ത് ചേഞ്ച് ചെയ്യേണ്ടി വരും? ഫ്ലോ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഫ്ലോ അന്നേരം നമുക്ക് എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അന്നേരം ഈ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും നമ്മൾ ആ ടാങ്കിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഈ ഫ്ലോൻ്റെ കാര്യം വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഏതേ യൂസ് ചെയ്യും? വാൾവേ യൂസ് ചെയ്യും. ഇഫ് ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു 80% ഏരിയയിലും ഏതേ യൂസ് ചെയ്യും? ഹീറ്ററേ യൂസ് ചെയ്യും, അല്ലെങ്കിൽ കൂളർ കോമ്പിനേഷൻ. മെയിനായിട്ട് ഹീറ്ററാണ് നമ്മൾ യൂസ് ചെയ്യാറ്. മനസ്സിലായോ? അന്നേരം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഹീറ്റർ കൂളർ ഇത് എന്താണ് ചെയ്യുക? ഇനി 2 പൊസിഷനിൽ ഒന്ന് ഹീറ്റർ ഓൺ ആവും അല്ലെങ്കിൽ ഓഫ് ആവും. അതിൻ്റെ ഇടയിലെ പരിപാടിയൊന്നുമില്ല. ഹീറ്റർ കൂടുതലും ഓൺ ഓഫാണ്. അന്നേരം ഈ ഹീറ്റർ ഓണും ഓഫും ആവാനിലെ ഇത് കൊടുക്കുന്നത് ഇലക്ട്രിക്കലി ആക്ച്വേറ്ററാണ് അല്ലെങ്കിൽ റിലേസാണ്. മനസ്സിലായില്ലേ? റിലേസ് എന്തുകൊണ്ട് റിലേസ് യൂസ് ചെയ്യുന്നത് കൂടുതലും? ഹീറ്ററിന് 2 സ്റ്റേജാണ്, ഒന്നുകിൽ ഓൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓഫ് സ്റ്റേറ്റ്. ഈ ഓൺ സ്റ്റേറ്റും ഓഫ് സ്റ്റേറ്റും അതേ 2 പൊസിഷനാണ്, ഓൺ ഓഫ്. 2 പൊസിഷൻ അതേ ആക്ച്വേറ്ററിനെ നമുക്ക് വേണം 2 പൊസിഷനിലേത്, ഓൺ ഓഫ്. അതേപോലെ ഓൺ ഓഫും ഇല്ല 2 പൊസിഷനിലെ ആക്ച്വേറ്ററാണ് റിലേസ്. റിലേസിന് ഒന്ന് എന്താണ് സ്റ്റേറ്റ്? 0 സ്റ്റേറ്റ്, അല്ലെ എന്താണ് ഓപ്പൺ സ്റ്റേറ്റ്, അല്ലെ ക്ലോസ് സ്റ്റേറ്റ്, എനർജൈസ്ഡ് സ്റ്റേറ്റ് ഓർ ഡി എനർജൈസ്ഡ് സ്റ്റേറ്റ്. റിലേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളൊന്നുമില്ല, നമ്മളെ സപ്ലൈ വരുമ്പോൾ എനർജൈസ് ചെയ്യും. സപ്ലൈ ഇല്ലെങ്കിൽ ഒന്നുമില്ല, ഡി എനർജൈസ് സ്റ്റേറ്റ് അടുത്തും. മനസ്സിലായ? എനർജൈസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഡി എനർജൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതെന്താണോ നോർമൽ ആ സ്റ്റേറ്റിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ദെൻ സിഗ്നൽ കൺവേർഷനെ കുറിച്ച് പറഞ്ഞുതരാം. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എളുപ്പമാണ്. 3 ടൈപ്പ് സിഗ്നൽ കൺവേർഷൻ അതിൽ. അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നൽ കൺവേർഷൻ. അനലോഗ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? തീർച്ചയായും ഡിജിറ്റൽ ഇലക്ട്രിക്കൽ സിഗ്നൽ കൺവേർഷൻ. പിന്നെ നമ്മൾ പഠിച്ചു, പിന്നെ എങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ? ന്യൂമാറ്റിക് എയർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അന്നേരം നിങ്ങൾ ആദ്യം 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വരുന്ന കൺട്രോൾ സിഗ്നൽ ഇപ്പോൾ 4 to 20 മില്ലി ആംപിയർ ആണെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷനായിട്ടുള്ള പ്രഷർ എത്രയാണെന്നറിയോ? 3 to 50 PSI ആണ്. മനസ്സിലായല്ല? ഇപ്പം 4 to 20 മില്ലി ആംപിയറിന് പ്രൊപ്പോർഷണലായിട്ടുള്ള പ്രഷർ എത്രയാണ്? 3 to 50. 4 പറഞ്ഞാൽ 3യും 50 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 മില്ലി ആംപിയർ. ഇത് ഏതൊരാളും മനസ്സിലാക്കുക. നിങ്ങളോട് വൈവക്കെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 4 to 20 മില്ലി ആംപിയറിൻ്റെ പ്രൊപ്പോർഷണലായിട്ടുള്ള പ്രഷറിൻ്റെ റേഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 to 50 PSI ആണ്. ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, ദെൻ സിഗ്നൽ കൺവേർഷനിലേക്ക് വീണ്ടും കിടക്കാം. അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമുക്ക് ആദ്യം പറയാം. ഓക്കെ, അതായത് നമ്മൾ അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നൽസിൽ മെയിനാണ് റിലേസ്. റിലേ പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു 2 പൊസിഷൻ മോഡാണ്.
എന്താണ്, ഒന്നുകിൽ ഓൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓഫ് സ്റ്റേറ്റ്. അതുകൂടാതെ ഈ അനലോഗ് ഇലക്ട്രിക്കലിൽ ഇപ്പം നമ്മൾ ഹെവി ആയിട്ടില്ലേ എന്നിട്ട് മോട്ടർ എന്തുകൊണ്ട് മോട്ടറാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട്, മെക്കാനിക്കൽ ഫോഴ്സ് കൊടുക്കുന്ന ആരാണ്, മോട്ടറാണ്. അന്നേരം വലിയൊരു മോട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ലോ കറണ്ട് സിഗ്നൽ എന്താണ്, ഇൻസഫിഷ്യൻ്റ് ആണ്. അന്നേരം നമ്മൾ എന്ത് ഉപയോഗിക്കും, ആംപ്ലിഫയർ യൂസ് ചെയ്യും. അന്നേരം എന്തിനാ, ഈ സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് കിട്ടുന്ന സാധാരണ കറണ്ട് കിട്ടിയാൽ പോരാ, സപ്ലൈ കിട്ടിയാൽ പോരാ. അന്നേരം നമ്മൾ ആടെ എന്ത് യൂസ് ചെയ്യും, ആംപ്ലിഫയർ യൂസ് ചെയ്യും. ഓക്കെ, അത് ഈ റിലേസ് പറയുമ്പം ഒന്ന് എടുത്ത് പറഞ്ഞു എന്നേലും മെയിനായിട്ട് റിലേസ്, നിങ്ങൾ അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നൽ പറയുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് എന്ത് ആലോചിക്കുക, റിലേസ്. ഓക്കെ, ദെൻ ഡിജിറ്റൽ. അതായത് ഡിജിറ്റൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, പഴയ ഒരു കാലഘട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് അനലോഗ് സിഗ്നൽസും റിലേസും എല്ലാം. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, എല്ലാം ഡിജിറ്റലിയാണ് ചെയ്യുന്നത്. അന്നേരം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതൽ ആക്ച്വേറ്റേഴ്സ് എല്ലാം നമ്മൾ ഡിജിറ്റൽ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കൺവേർഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നൽ ടു ഫോം റിക്വയർഡ് ബൈ എ ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ യൂഷ്വലി ആർ ക്യാരീഡ് ഔട്ട് ബൈ യൂസിങ് സിസ്റ്റം. അതായത് ഇപ്പം ഫൈനൽ കൺട്രോൾ എലമെൻറ്റിൻ്റെ ഓപ്പറേഷൻ ഡിജിറ്റൽ ടൈപ്പിൽ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ഡിജിറ്റൽ കൺവേർഷനാണ് യൂസ് ചെയ്യുക. അതായത് സിഗ്നൽ കൺവേർഷൻ്റെ 3 ടൈപ്പാണ് നമ്മൾ പഠിച്ചു, അനലോഗ്, ഡിജിറ്റൽ, ന്യൂമാറ്റിക്. അന്നേരം ഇപ്പം നമുക്ക് ആക്ച്വേറ്ററിലേക്ക് ഡിജിറ്റൽ ആണ് സിഗ്നൽ കൊടുക്കേണ്ടത്. നമ്മൾ ആടെ എന്ത് ഉപയോഗിക്കും, ഡിജിറ്റൽ ഇലക്ട്രിക്കൽ സിഗ്നലാണ് നമ്മൾ യൂസ് ചെയ്യുക. അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നൽ കൊടുക്കും, ഡിജിറ്റൽ ഇലക്ട്രിക്കൽ സിഗ്നൽ കൊടുക്കും. അതായത് ഇപ്പം നമ്മൾ ഒരു പ്രോസസ്സ് നോക്കുക, ഇപ്പോൾ ഒരു പ്രോസസ്സിൽ എന്തുണ്ടാവും, അൽഗോരിതം ഉണ്ടാവും. നിങ്ങൾ ഇത് കേട്ടിട്ടൊന്നും ടെൻഷൻ ആവണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അൽഗോരിതം ഉണ്ടാവും. അന്നേരം നമ്മൾ ഈ അൽഗോരിതത്തിൽ നമ്മൾ ഒരു കമൻസ് അയക്കും. അതായത് ഡിജിറ്റൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സ്റ്റേറ്റ് ഉണ്ടാവും, 1, 0. അന്നേരം ഇപ്പം ഇതിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യണം, ഇതിന് ടേൺ ഓൺ ചെയ്യണം, അല്ലെങ്കിൽ മൂവ് അപ്പ് ചെയ്യണം, അങ്ങനെ കുറേ അൽഗോരിതത്തിൽ ഫംഗ്ഷൻ ഉണ്ടാവും. അന്നേരം ഈ ഫംഗ്ഷനിൽ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, 1, 0 വെച്ചിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഏതെങ്കിലും മൂവ് 1 ഏതെങ്കിലും പിന്നെ ചിലപ്പം ഏതെങ്കിലും ഓപ്പറേഷൻ ആയിരിക്കാം. അന്നേരം എന്ത് ചെയ്യും, എളുപ്പത്തിൽ ഓപ്പറേഷൻ നടക്കും. അന്നേരം ഈ രീതിയിലാണ് ഡിജിറ്റൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് വർക്ക് ചെയ്യുന്നത്. അന്നേരം നിങ്ങൾ താഴത്തെ അൽഗോരിതത്തിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ മനസ്സിലാക്കിയില്ലെങ്കിലും ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റലാണ്, ഡിജിറ്റൽ ഇലക്ട്രിക്കൽ സിഗ്നലാണ് കൊടുക്കുക. ഏതിൻ്റെ സിഗ്നൽ കൺവേർഷൻ ഡിജിറ്റലായിരിക്കും. ആ ഡിജിറ്റൽ സിഗ്നലായിരിക്കും അടുത്തേക്ക് പോവുക, ആക്ച്വേറ്ററിലേക്ക് പോവുക. ഓക്കെ, ദെൻ ഇപ്പം അനലോഗ് ആണെങ്കിൽ എന്തായിരിക്കും, അനലോഗ് ടൈപ്പ് സിഗ്നലായിരിക്കും അടുത്തേക്ക് പോവുക, ആക്ച്വേറ്ററിലേക്ക് പോവുക. കൂടുതൽ എന്താണ്, റിലേ ടൈപ്പാണ് അനലോഗ് ടൈപ്പ് ആക്ച്വേറ്റർ. ഓക്കെ, ദെൻ ന്യൂമാറ്റിക്. ഇപ്പം ഇഫ് ഇൻഫർമേഷൻ ഈസ് ക്യാരീഡ് ബൈ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ എ പൈപ്പ്. അതായത് ന്യൂമാറ്റിക് സിഗ്നൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വേറ്ററിന് കൊടുക്കുന്ന സിഗ്നൽ എന്തായിരിക്കും, എയർ ആയിരിക്കും. ഇപ്പം ആക്ച്വേറ്ററിന് കൊടുക്കുന്ന സിഗ്നൽ ഡിജിറ്റൽ ആണെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രിക്കൽ സിഗ്നൽ കൺവേർഷൻ ആയിരിക്കും. ഇപ്പം ആക്ച്വേറ്ററിന് കൊടുക്കുന്ന സിഗ്നൽ അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നലാണെങ്കിൽ സിഗ്നൽ കൺവേർഷൻ എന്തായിരിക്കും, അനലോഗ് സിഗ്നൽ കൺവേർഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പം ന്യൂമാറ്റിക് സിഗ്നൽ കൺവേർഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വേറ്ററിലേക്ക് കൊടുക്കുന്ന സിഗ്നൽ എന്താണ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ എയറാണ്. നിങ്ങൾ ഏത് രീതിയിലും കൺസെപ്റ്റിൽ എഴുതാട്ടോ. ഓക്കെ, ഇനി സാധാരണയായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു 3 to 50 PSI ആണ് നമുക്ക് കിട്ടുന്ന റേഞ്ച്. ഈ വരുന്ന സിഗ്നലിൻ്റെ റേഞ്ച് എന്താണ്, 3 to 50 PSI ആണ്. അല്ലെങ്കിൽ എന്ത് വരാം, 4 to 20 mA വരാം. ഇതെല്ലാം ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്, 3 to 54 ആര്, കൺട്രോളർ. കൺട്രോളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രോൾ സിഗ്നൽ ഒന്നുകിൽ 3 to 50 ആയിരിക്കും,
അല്ല 3 to 50 ആയിരിക്കും. PSI 4 to 20 ആയിരിക്കും. ഓക്കെ, ദെൻ അതിന് പ്രൊപ്പോർഷണലായിട്ടുള്ള 20 to 100 kPa ഈസ് യൂസ്ഡ്. 20 to 100 മെയിനായിട്ട് നിങ്ങൾ ഇതിൽ തന്നെ നോക്കുക. 3 to 50 PSI ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ന്യൂമാറ്റിക് ആംപ്ലിഫയർ അല്ലെങ്കിൽ ബൂസ്റ്റർ റിലേ കോൾഡ് ബൂസ്റ്റർ ഓർ റിലേസ്. ന്യൂമാറ്റിക് ആംപ്ലിഫയർ പറഞ്ഞിട്ടുണ്ട് സിമ്പിളായിട്ട് എന്താണ്, എയർ വരും. ഇപ്പം ഒരു ചെറിയ രീതിയിൽ എയറേ വരും, അതിന് നമ്മൾ എന്താക്കണം, വലിയ രീതിയിലാക്കണം. ആംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറുതിനെ വലുതാക്കണം. ഓക്കെ, അന്നേരം എയർ സപ്ലൈ വരുന്നുണ്ട്, ഒരു ഔട്ട്പുട്ട് പ്രഷറുണ്ട്, ഒരു സിഗ്നൽ പ്രഷറുണ്ട്. അതായത് ന്യൂമാറ്റിക് ആംപ്ലിഫയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ചിലപ്പോൾ എക്സാമിന് ന്യൂമാറ്റിക് ആംപ്ലിഫയറിൻ്റെ കൺസ്ട്രക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിഗർ പഠിച്ചു നോക്കുക. കൺസ്ട്രക്ഷൻ എളുപ്പമാണ്, അതിൻ്റെ വർക്കിങ്ങിൽ എളുപ്പമാണ്. അതായത് നമ്മളിപ്പം എയർ കൊടുക്കുന്നു, ഒരു എയർ വരുന്നു. ഈ എയർ വന്നാൽ ഇതാണ് ഔട്ട്പുട്ട് കിട്ടുന്ന പ്രഷർ. അതായത് നമ്മൾ ഇവിടെ ഒരു സിഗ്നൽ പ്രഷർ എന്നൊരു കാര്യം നിങ്ങൾ കാണുന്നുണ്ടാവും. അതാണ് മെയിൻ കൺട്രോളർ. അതായത് സിഗ്നൽ പ്രഷർ ഇപ്പോൾ കൂടി, ഇപ്പോൾ ഈ സിഗ്നൽ പ്രഷർ ഇപ്പോൾ ഇതിലേക്കൂടെ ഒരു പ്രഷർ വരുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് 30 എയർ സപ്ലൈ. ഈ എയർ സപ്ലൈ പറഞ്ഞാൽ എന്താണ് കുട്ടികളെ ഉദ്ദേശിക്കുന്നത്, ഒരു കോൺസ്റ്റൻ്റ് പ്രഷറായി 20 PSI ഇവിടുന്ന് സ്ഥിരമായിട്ട് വരുന്നുണ്ട് വിചാരിക്കുക. കോൺസ്റ്റൻ്റ് ആയിട്ടേ വരും. നമുക്കിവിടെ ഔട്ട്പുട്ട് പ്രഷർ കിട്ടണം. ഈ 20 PSI വരുന്നുണ്ട്. നമ്മൾ ഈ സിഗ്നൽ പ്രഷറിലെ ഇത് നമ്മളെ കൊടുക്കുന്നതാണ്. ഈ സിഗ്നൽ പ്രഷർ ഞാൻ ഹൈ പ്രഷർ കൊടുത്ത് നോക്കുക. ഹൈ പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡയഫ്രം എന്ത് ചെയ്യും, മുകളിലേക്ക് ഫോഴ്സ് പോകും. ഇത് പ്രഷർ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇത് മുകളിലേക്ക് പോകും. ഇത് മുകളിലേക്ക് പോകുമ്പം ഈ സെക്ഷൻ എന്ത് ചെയ്യും, ഈ പോർഷൻ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. അന്നേരം ഈ എയർ വന്നാൽ എന്ത് ചെയ്യില്ല, ലീക്ക് ചെയ്യൂല. അന്നേരം നമുക്ക് ഔട്ട്പുട്ടായിട്ടുള്ള എന്ത് കിട്ടൂല, പ്രഷർ കിട്ടൂല. ഈ സിഗ്നൽ പ്രഷർ കുറക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത് താഴേക്ക് വരും. താഴേക്ക് വരുമ്പം എയർ ലീക്ക് സംഭവിക്കും. ഇവിടുന്ന് എയർ ലീക്ക് സംഭവിച്ചിട്ട് എവിടെ കിട്ടും, ഇത് താഴത്തേക്ക് വരുമ്പം ഇവിടെ ഒരു ലീക്കും ഉണ്ടാവില്ല. ഈ എയറെല്ലാം 20 PSI എന്ത് അടുത്തേക്ക് പോകും, ഔട്ട്പുട്ട് പ്രഷറിൽ കിട്ടും. ഇതാണ് ന്യൂമാറ്റിക് ആംപ്ലിഫയറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ വർക്കിംഗ്. അന്നേരം 2 കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇത് വർക്ക് ചെയ്യുന്നത് ഒരു ഉൾട്ടാന്നെല്ലാം പറയില്ല, ഒരു ഓപ്പോസിറ്റ് രീതിയിലാണ്. സിഗ്നൽ പ്രഷർ കൂടിയാൽ ഔട്ട്പുട്ട് പ്രഷർ എന്തായിരിക്കും, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. സിഗ്നൽ പ്രഷർ കൂടിയാൽ ഔട്ട്പുട്ട് പ്രഷർ എന്തായിരിക്കും, കൂടുകയോ കുറയോ? സിഗ്നൽ പ്രഷർ കൂടിയാൽ ഔട്ട്പുട്ട് പ്രഷർ എന്ത് ചെയ്യും, കുറയും. ഓക്കെ, സിഗ്നൽ പ്രഷർ കുറഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ നോക്കുക, എന്ത് ചെയ്യും, ഡയഫ്രം താഴേക്ക് വരും. ഡയഫ്രം താഴേക്ക് വരുമ്പം പിസ്റ്റൺ മൊത്തമായിട്ട് താഴേക്ക് വരും. എയർ എന്ത് ചെയ്യും, ലീക്ക് ചെയ്യും, അടുത്തേക്ക് കിട്ടും, ഔട്ട്പുട്ട് പ്രഷറിൽ കിട്ടും. ഇത് താഴെ ഇനി ലോക്കാവും, എയർ വേറെ ലീക്കാവില്ല, നേരെ അടുത്തേക്ക് കിട്ടും, ഔട്ട്പുട്ട് പ്രഷർ. ഇത് രണ്ടും ഔട്ട്പുട്ട് പ്രഷറും സിഗ്നൽ പ്രഷറും എന്താണ്, ഓപ്പോസിറ്റ് രീതിയിലാണ്. സിഗ്നൽ പ്രഷർ കൂടുമ്പോൾ ഔട്ട്പുട്ട് പ്രഷർ കുറയും, സിഗ്നൽ പ്രഷർ കുറയുമ്പോൾ ഔട്ട്പുട്ട് പ്രഷർ കൂടും. ഓക്കെ, അന്നേരം ന്യൂമാറ്റിക് ആംപ്ലിഫയറിൽ ഫിഗർ ആലോചിക്കുക. ഈ 2 കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ അന്നേരം ഇത് നിങ്ങൾ പറയുന്ന പറഞ്ഞാൽ ഇഫ് ദ ബൂസ്റ്റർ ആസ് എ ന്യൂമാറ്റിക് ആംപ്ലിഫയർ ഓൾസോ കോൾഡ് ബൂസ്റ്റർ ഓർ റിലേസ് റൈസ് ദ പ്രഷർ ആൻഡ് ഓർ എയർ ഫ്ലോ വോളിയം ബൈ സം ലീനിയർലി പ്രൊപ്പോർഷണൽ എമൗണ്ട് ഫ്രം ദി ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നലിൻ്റെ ഒരു പ്രൊപ്പോർഷണലായിട്ട്, ലീനിയർലി പ്രൊപ്പോർഷണലായിട്ട് നമ്മൾ ഇപ്പം 20 PSI കിട്ടി, അതിനെ നമ്മൾ മാക്സിമം ഡബിൾ ആക്കിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നത്. Thus, if the booster has a pressure gain of 10, the output will be 30 to 150. നമുക്കറിയാം 3 to 50 PSI ആണ് നമ്മൾ സാധാരണ വരുന്ന പ്രഷർ. അന്നേരം ഇപ്പം ബൂസ്റ്ററിൻ്റെ ഗെയിന് 10 ആണെങ്കിൽ 30 to 150 PSI വരാം. അതിൻ്റെ എത്രയായിരിക്കും ഇൻപുട്ട്, 3 to 50. This is accomplished via a regulator that is activated by the control signal. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ
വയ എ റെഗുലേറ്റർ ദാറ്റ് ഈസ് ആക്ടിവേറ്റഡ് ബൈ ദ കൺട്രോൾ സിഗ്നൽ. ഏതാണ് ഈ കൺട്രോൾ സിഗ്നൽ? സിഗ്നൽ പ്രഷർ. മനസ്സിലായോ? ഈ സിഗ്നൽ പ്രഷറിൻ്റെ ചേഞ്ച് വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇത് മുകളിലേക്കും താഴേക്കും വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഈ പറഞ്ഞ കൺട്രോൾ സിഗ്നൽ. ഓക്കെ, then as the signal pressure varies, the diaphragm motion will move the plug in the body block of the booster. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പം പ്രഷർ നമ്മൾ സിഗ്നൽ പ്രഷർ കൂടി വാരി ചെയ്തു, ചിലപ്പോൾ ഹൈ ആകുമ്പോൾ എന്ത് ചെയ്യും? ഡയഫ്രം ഇപ്പം സിഗ്നൽ പ്രഷർ ഹൈ ആയാൽ ഡയഫ്രം മൂവ് അപ്പ്, അന്നേരം ഈ പ്ലഗ് എന്ത് ചെയ്യും? ഇതിനെ ക്ലോസ് ചെയ്യും. എയർ ഇവിടെ കിട്ടുക, ഔട്ട്പുട്ട് പ്രഷറിൽ നിന്ന് എയർ കിട്ടുക ഇല്ല. ഇഫ് സിഗ്നൽ പ്രഷർ ലോ ആയിട്ടുണ്ടെങ്കിൽ പ്ലഗ് എന്ത് ചെയ്യും? താഴേക്ക് മൂവ് ചെയ്യും. താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എയർ ലീക്ക് ഉണ്ടാവും. എയർ ലീക്ക് അടുത്തേക്ക് കിട്ടും, ഔട്ട്പുട്ട് പ്രഷറിൽ കിട്ടും. സിമ്പിൾ. ഓക്കെ, അന്നേരം ഇത് പഠിച്ചു. ഇനി ദെൻ ഇത് സെക്കൻഡ് മോഡ്യൂളിലും ഇല്ലൊരു പോർഷനാണ് ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ സെഷൻ കഴിയും. ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആദ്യം ഫിഗർ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് ഫ്ലാപ്പർ നോസിൽ സിസ്റ്റത്തിൻ്റെ ഫിഗർ. അന്നേരം ഈ കാണുന്ന, അതായത് ഇതിൽ പേരുണ്ട്, ഇതാണ് ഫ്ലാപ്പർ. ഓക്കെ, ഇത് കണ്ട ഈ ഗ്യാപ്പ്, ഇതാണ് നോസിൽ. ഇത് രണ്ടും ആദ്യം മനസ്സിലാക്കുക. ഫ്ലാപ്പർ, നോസിൽ, ഒരു പിവോട്ട് ഉണ്ടാവും. സംഭവം എങ്ങനെയാണ് ഈ ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ, ഒരു സപ്ലൈ പ്രഷർ ഉണ്ടാവും. ഒരു 20 PSI ഇവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇത് റെസ്ട്രിക്ഷൻ ഔട്ടല്ലേ. അതായത് ചിലപ്പോൾ നമ്മൾ ഈ സപ്ലൈ പ്രഷർ കൊടുക്കുന്നതിൻ്റെ അപ്പോൾ ഒരു സപ്ലൈ പ്രഷർ ഒരു 20 ആണെന്ന് വിചാരിക്കുക. നമുക്ക് ഫുള്ളായിട്ട് ഈ 20 വേണ്ട, ഒരു 10 വേണമെന്ന് വിചാരിക്കും. 10 മതി, സപ്ലൈ കൊടുക്കുന്നത് 10 മതി. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസ്ട്രിക്ഷൻ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സാമിന് ഈ റെസ്ട്രിക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് അത് എഴുതേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ പ്രഷറിൽ എത്ര വരണം എന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാണ് റെസ്ട്രിക്ഷൻ. ഓക്കെ, നമ്മൾ പ്രഷർ കൊടുത്തു. ഇതാണ് നോസിൽ, നമ്മൾ കണ്ടിട്ടുണ്ടാകും നോസിൽ. ഇത് നോസിൽ, ഫ്ലാപ്പർ. അന്നേരം ഇതിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 ലൈൻ, അതായത് കൺവേർഷൻ ഫ്രം പ്രഷർ ടു മെക്കാനിക്കൽ മോഷൻ. അതായത് ഈ പ്രഷറിനെ, സപ്ലൈ പ്രഷറിനെ മെക്കാനിക്കൽ മോഷനിലേക്ക് മാറ്റുന്നത് ഒന്ന്, അല്ലെങ്കിൽ ഈ മെക്കാനിക്കൽ ഫോഴ്സ് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഒരു പ്രഷറിനെ മാറ്റുന്നത്. അതായത് ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിവൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷറിനെ മെക്കാനിക്കലിലേക്കും അല്ലെങ്കിൽ മെക്കാനിക്കലിനെ പ്രഷറിലേക്കും കൺവേർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്? സിമ്പിളായിട്ട് ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം. ഒന്നുകൂടി പറയാം, എന്താണ്? പ്രഷറിനെ മെക്കാനിക്കലിലേക്കും മെക്കാനിക്കലിനെ അല്ലെങ്കിൽ മെക്കാനിക്കലിനെ പ്രഷറിലേക്കും മാറ്റുന്ന ഒരു സെറ്റപ്പ്, ഒരു ഡിവൈസാണ് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലാപ്പർ, ഒരു സിസ്റ്റമാണ് ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം. ഡിവൈസ് അല്ല, സിസ്റ്റം. ഓക്കെ, അതിലെന്തുണ്ട്? ഫ്ലാപ്പർ ഉണ്ട്, നോസിലുണ്ട്. ഇതെങ്ങനെയാണ് പ്രഷറിനെ മെക്കാനിക്കലിലേക്കും അല്ലെങ്കിൽ മെക്കാനിക്കലിനെ പ്രഷറിലേക്ക് മാറ്റുന്നത്? അതായത് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് പറഞ്ഞാൽ കുട്ടികളെ, നമ്മൾ ഇവിടുന്ന് സപ്ലൈ വരുന്നുണ്ടാവും. സപ്ലൈ ഇവിടെ എത്തിയിട്ട് ഇവിടെ ഒരു നോസിലുണ്ട്. ഈ എയർ നേരെ മുകളിലേക്ക് പോകും. ഇപ്പം ഈ ഫ്ലാപ്പർ നോസിലിൻ്റെ ക്ലോസ് ആണെങ്കിൽ ഈ പോകുന്ന എയർ ഒന്നും ലീക്കാവില്ല, ലീക്കായിട്ട് ഇപ്പുറത്തേക്ക് പോകില്ല. ഈ എയറിൽ എന്ത് ചെയ്യും? തിരിച്ച് താഴേക്ക് വരും. ഇത് സിഗ്നൽ പ്രഷറായിട്ട് കിട്ടും. ഈ ഫ്ലാപ്പർ വളരെ മുകളിലാണ്, നോസിലായിട്ട് നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അന്നേരം എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന എയറിൽ എന്ത് ചെയ്യും? ഇതിലേക്കൂടെ ലീക്കായി പോകും. അന്നേരം നമുക്ക് കിട്ടുന്ന സിഗ്നൽ പ്രഷർ, അതായത് തിരിച്ച് ഇങ്ങോട്ട് ബാക്കി ഇതുവഴി വരുന്ന പ്രഷർ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഓക്കെ, അതായത് ഈ ഫ്ലാപ്പറിൻ്റെ മൂവ്മെൻ്റാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് പ്രഷർ. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം പ്രഷർ കൊടുത്തു, ഫ്ലാപ്പർ എന്ത് ചെയ്തു? നോസിലൊക്കെ. അന്നേരം നിങ്ങൾക്ക് എക്സാമിന് വന്നെങ്കിൽ ഇങ്ങനെ 2 കാര്യം എഴുതണം. എന്താണ് ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിഗ്നൽ കൺവേർഷൻ ഓഫ് പ്രഷർ ടു മെക്കാനിക്കൽ ഓർ മെക്കാനിക്കൽ ടു പ്രഷർ. ഈ കൺവേർഷൻ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ വർക്കിംഗ്. അതായത് വർക്കിംഗ് പറയുമ്പം 2 ലൈൻ പറഞ്ഞാൽ വർക്കിംഗ് ആയി. നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽ പറയണം. ആ കാര്യം കുറച്ചും കൂടി നല്ല രീതിയിൽ എഴുതിയാൽ
കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇപ്പം ഫ്ലാപ്പർ നോസിലുമായിട്ട് ഭയങ്കര ക്ലോസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ കൊടുത്ത സപ്ലൈ പ്രഷർ എന്ത് ചെയ്യില്ല? ലീക്കാവില്ല. ഫ്ലാപ്പർ നോസിലായിട്ട് ക്ലോസ് ആണെങ്കിൽ നമ്മൾ കൊടുത്ത സപ്ലൈ പ്രഷർ ലീക്കാവില്ല. അത് എന്ത് ചെയ്യും? അത് തിരിച്ച് സിഗ്നൽ പ്രഷറിലേക്കൂടെ പുറത്തേക്ക് പോകും. ഇപ്പം നമ്മൾ കൊടുത്ത സപ്ലൈ പ്രഷർ ഇപ്പം ഫ്ലാപ്പർ ടോപ്പിലാണ്, കുറച്ച് മുകളിലാണ്, നോസിലായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത പ്രഷർ എന്ത് ചെയ്യും? ലീക്കാവും. നമുക്ക് കിട്ടുന്ന സിഗ്നൽ പ്രഷർ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം ഇതാ ഞാൻ വീണ്ടും പറയാം. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ പിന്നെ സ്ലൈഡ് നിങ്ങൾക്ക് നോക്കാം, പോയിൻറ്റ്സ് എല്ലാം നോട്ട് ചെയ്യാം, വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു എയർ സപ്ലൈ സാധാരണ 20 PSI ആണ് നമ്മൾ കൊടുക്കൽ. ഇതാണ് നമ്മളെ സപ്ലൈ പ്രഷർ വരിക. നമുക്ക് ഇതിനെ 20 ഒരു 15 17 എന്തെങ്കിലും ചെയ്യണമെങ്കിൽ റെസ്ട്രിക്ഷൻ വഴി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ നിങ്ങൾ ഒരു എക്സാമിന് ഷുവറായിട്ട് വരുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് കറണ്ട് ടു പ്രഷർ കൺവേർഷൻ. കറണ്ട് ടു പ്രഷർ കൺവേർട്ടർ, അതായത് ഇൻപുട്ട് കറണ്ട് കൊടുക്കും, ഔട്ട്പുട്ട് പ്രഷർ കിട്ടണം. ഈ കറണ്ട് ടു പ്രഷർ കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് പറഞ്ഞാൽ നമ്മൾ കണ്ണും പൂട്ടി പറയും വരുന്ന കറണ്ട് എന്തായിരിക്കും? 4 to 20 mA. പ്രഷർ എന്തായിരിക്കും? 3 to 50 PSI ആണ്. അന്നേരം ഈ കറണ്ട് കൊടുക്കുന്നതിന് ഇപ്പോൾ ഈ പ്രഷർ വെച്ചിട്ടായിരിക്കും ചിലപ്പം ആക്ച്വേറ്ററിലേക്ക് കൊടുക്കുക, ആക്ച്വേറ്റർ ഫോഴ്സ് കൊടുത്തിട്ട് ഇതിനെ കൺട്രോൾ വാൾവിനെ അടക്കുക. കൺസെപ്റ്റ് പറഞ്ഞതാണ്. അതായത് ഇപ്പം വരുന്നത് 4 to 20 mA കൺട്രോൾ ആര് കൊടുക്കുന്നത്? കൺട്രോളർ കൊടുക്കുന്നതായിരിക്കും. ഇതിന് ആര് എന്താക്കും? പ്രഷറിലേക്ക് മാറ്റിയിട്ട് ഈ പ്രഷറാണ് ഏതിലേക്ക് കൊടുക്കുക? ആക്ച്വേറ്ററിലേക്ക് കൊടുക്കുക. ആക്ച്വേറ്റർ എന്ത് ചെയ്യും? ഈ പ്രഷർ എന്ത് ചെയ്യും? വാൾവിൻ്റെ പ്ലഗിന് കൊടുത്തിട്ട് വാൾവ് ഓപ്പണും ക്ലോസും ആക്കും. ഓക്കെ, ഇനി കറണ്ട് ടു പ്രഷർ കൺവേർട്ടർ പറയുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ കൺസ്ട്രക്ഷൻ പറയാം. അന്നേരം നിങ്ങൾക്ക് ഏകദേശം ധാരണ. ഇതാണ് കറണ്ട് ടു പ്രഷർ കൺവേർട്ടർ. എന്താണ് സിമ്പിളായിട്ട് പറഞ്ഞ കുട്ടികളെ, നമ്മളിവിടെ 4 to 20 mA കൊടുക്കും. ഒരു കോയിലുണ്ട്, കോയിൽ ഉണ്ട്. നമ്മൾ ഈ 4 to 20 mA കൊടുക്കുമ്പോൾ ഇപ്പോൾ 4ന് പ്രൊപ്പോർഷണലായിട്ട് 3 PSI ആണ്. അന്നേരം നിങ്ങൾ തന്നെ ആലോചിക്കും എക്സാമിന് ഏത് രീതിയിൽ എഴുതണം. ഇപ്പോൾ 4 പറഞ്ഞ സപ്ലൈ കൊടുത്താൽ നമുക്ക് 3 പറഞ്ഞ പ്രഷറാണ് കിട്ടേണ്ടത്. അന്നേരം ഈ സിഗ്നൽ പ്രഷറിൽ 3 കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഫ്ലാപ്പർ മുകളിലേക്ക് പോവോ താഴേക്ക് വരുമോ? തീർച്ചയായും മുകളിലേക്ക് പോവും. അന്നേരം നിങ്ങൾ നോക്കുക, കോയിൽ ഇത് എനർജൈസ് സപ്ലൈ കൊടുത്തിട്ട് കോയിൽ എനർജൈസ് ചെയ്യും. എനർജൈസ് ചെയ്യുമ്പം ഫ്ലാപ്പറിനെ മുകളിലേക്ക് മൂവ് ചെയ്യിപ്പിക്കും, അല്ല ഫ്ലാപ്പറിനെ താഴേക്ക് മൂവ് ചെയ്യിപ്പിക്കും. അന്നേരം മാക്സിമം എനർജൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ 20 എനർജി മാക്സിമം ആയിട്ടുണ്ടെങ്കിൽ സപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാപ്പർ എന്തായിരിക്കും? നോസിലിന് ക്ലോസ് ആയിരിക്കും. എന്തുകൊണ്ട്? 50 PSI കിട്ടണം. ഈ കൺസെപ്റ്റ് ഐഡിയ മനസ്സിലായ? ഈ ഫിഗർ ഓടിക്കുക, ഫ്ലാപ്പർ നോസിൽ വരക്കുക, 2 സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ് എന്തിനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഫ്ലാപ്പറിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് വെക്കാനാണ് നമ്മളിവിടെ സ്പ്രിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഫ്ലാപ്പർ എന്ത് ചെയ്യും? ചിലപ്പോൾ മൂവ്മെൻറ്റ് സംഭവിച്ചാൽ അങ്ങനെ ഇങ്ങനെ ആടി ആടി കളിക്കും. അന്നേരം ഇതിൻ്റെ പൊസിഷൻ ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്, പൊസിഷൻ ചേഞ്ച് വന്നാലും ആ രീതിയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്പ്രിങ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഇവിടെ സ്പ്രിങ് ഇല്ല യൂസ് ചെയ്യുക വിചാരിക്കുക, നമ്മളിത് എനർജൈസ് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും? ഫ്ലാപ്പർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ ആടിക്കളിക്കും. അന്നേരം ഇതിൻ്റെ സ്റ്റേബിളായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രിങ് യൂസ് ചെയ്യുന്നത്. സ്പ്രിങ് എക്സാമിന് വരക്കണം. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയിൽ ഉണ്ടാവും, 4 mV കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഫ്ലാപ്പർ എന്ത് ചെയ്യും? ഫ്ലാപ്പർ ഫ്ലാപ്പർ ക്ലോസ് ആയിട്ട് മെല്ലെ വരും. അന്നേരം ഇപ്പം തന്നെ ഫ്ലാപ്പറും നോസിലും നല്ല ഗ്യാപ്പുണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രഷറെല്ലാം ലീക്ക് ചെയ്ത് പോകും. കറണ്ട് കൊടുക്കുന്നതനുസരിച്ചിട്ട് ഫ്ലാപ്പർ താഴത്തേക്ക് വരും. 20 mA കൊടുക്കുമ്പോൾ ഫ്ലാപ്പർ നോസിലിൻ്റെ മുകളിൽ തൊട്ടടുത്തേക്കും ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. 4 കൊടുക്കുമ്പോൾ എന്തായിരിക്കും? ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. അതായത് ഫ്ലാപ്പർ 4 mA ഉണ്ടാകുമ്പം ഫ്ലാപ്പറിനെ അട്രാക്ഷൻ കുറവായിരിക്കും. 20 mA ആകുമ്പോൾ മാക്സിമം എനർജൈസ് ചെയ്തു ഫ്ലാപ്പറിനെ അട്രാക്റ്റ് ചെയ്യും അടുത്തേക്ക്, നോസിലിൻ്റെ അടുത്തേക്ക്. ഈ രീതിയിൽ നമ്മൾ 4 കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 PSIയും 20 കൊടുത്തിട്ടുണ്ടെങ്കിൽ 50 PSI നമുക്ക് കിട്ടും. ഓക്കെ, ഒന്നുകൂടി ഇതിൽ ജസ്റ്റ് പോയിൻറ്റ്സെല്ലാം പറയാം. ഇത് കറണ്ട് ടു പ്രഷർ കൺവേർട്ടർ ഓർ സിംപ്ലി I to P കൺവേർട്ടർ. I to P കൺവേർട്ടർ ആണ്. അതിൻ്റെ
കറണ്ട് പ്രഷർ. അന്നേരം ചിലപ്പോൾ I/P കൺവേർട്ടറിന് എഴുതാൻ പറഞ്ഞാൽ കറണ്ട് പ്രഷറാണ്. അന്നേരം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ എ പ്രോസസ് കൺട്രോൾ. I/P കൺവേർട്ടർ ഗീവ് us എ ലീനിയർ വേ ഓഫ് ട്രാൻസ്ലേറ്റിംഗ് ദ 4 to 20 milliampere കറണ്ട് ഇൻ ടു 3 to 50 PSI. അതും നമുക്കറിയാം. Okay, notice that the current through the coil produce a force that will tend to pull the flapper down and close off the gap. എന്താണ്, നമ്മൾ കറണ്ട് പാസ് ചെയ്താൽ കോയിലിന് ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫോഴ്സ് ഫ്ലാപ്പറിനെ താഴത്തേക്ക് വലിക്കും. ഇപ്പോൾ 4 പറഞ്ഞ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യൽ വളരെ ചെറിയ ഫോഴ്സ് ആയിരിക്കും. അന്നേരം ഫ്ലാപ്പറിനെ നല്ല രീതിയിൽ താഴേക്ക് വലിക്കൂല. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന എയറിൽ എന്ത് ചെയ്യും, ലീക്ക് ചെയ്ത് പോകും. നമ്മളെ കറണ്ട് കൂടുന്നതനുസരിച്ചിട്ട് ഫ്ലാപ്പറിനെ ഡൗൺവേർഡ് താഴത്തേക്ക് വലിക്കുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഗ്യാപ്പ് കുറയും. കറണ്ട് പ്രഷർ എയർ എന്ത് ചെയ്യില്ല, ലീക്ക് ചെയ്യില്ല. എയർ എന്ത് ചെയ്യും, തിരിച്ച് താഴത്തേക്ക് വരും. അന്നേരം 20 milliampere കൊടുക്കുമ്പോൾ മാക്സിമം അട്രാക്റ്റ് ചെയ്യും. ഏതിനാ, ഫ്ലാപ്പറിനെ താഴത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കും. ലീക്ക് ഉണ്ടാവില്ല. നമുക്ക് 50 PSI കിട്ടും. ഓക്കെ, ദെൻ ഇതുണ്ടാവും. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു എയർ സപ്ലൈ ഉണ്ടാവും. എയർ സപ്ലൈ പറഞ്ഞിട്ട് എന്താണ്, എയർ സപ്ലൈ പറഞ്ഞിട്ട് ഇതാ സപ്ലൈ പ്രഷർ 20 PSI. ഒരു എയർ സപ്ലൈ ഉണ്ടാവും. ഇതാണ് എന്ത്, I/P കൺവേർട്ടർ. I/P കൺവേർട്ടറിൽ എയർ സപ്ലൈ എന്തുണ്ടാവും, പ്രഷർ ഉണ്ടാവും. ഇൻപുട്ട് പറഞ്ഞാൽ 20 PSI വരും. 20 PSI പ്രഷർ വന്നിട്ട് എന്ത് ചെയ്യും, 20 PSI വരുന്നുണ്ടാവും. നമ്മൾ എന്ത് കൊടുക്കും, ഈ ലെഗിൽ 4 to 20 ഇൻപുട്ട് കൊടുക്കും. ഈ 4 to 20 എന്ത് ചെയ്യും, ഈ 20 PSIനെ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ ഫ്ലാപ്പർ നോസിൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഫ്ലാപ്പറിന് എന്ത് ചെയ്യും, 4 പറഞ്ഞാൽ വളരെ ചെറിയ രീതിയിൽ അട്രാക്റ്റ് ചെയ്യും. 20 പറയുമ്പോൾ മാക്സിമം അട്രാക്റ്റ് ചെയ്യും. നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും, പ്രഷർ കിട്ടും. 3 to 50 PSI പറഞ്ഞാൽ പ്രഷർ കിട്ടും. പ്രഷർ ഗേജ് പറഞ്ഞാൽ എന്താണ്, പ്രഷർ എത്രയാണ് കാണിക്കാൻ പറ്റുന്നത്, പ്രഷർ ഗേജ് യൂസ് ചെയ്യുന്നത്. ഇതാണ് I/P കൺവേർട്ടറിൻ്റെ ബേസിക്. ഇത് ഇൻഡസ്ട്രിയലി എല്ലാം കാണുന്ന ഫിഗർ. നിങ്ങൾ ഈ ഫിഗറാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ദെൻ ഇന്നത്തെ പോർഷൻ കഴിഞ്ഞിരിക്കുന്നു. ഒരു 25-30% നമ്മൾ തേർഡ് മോഡ്യൂൾ തുടങ്ങിയിരിക്കുന്നു. നാളെ അടുത്ത പോർഷൻ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കുട്ടികളെ താങ്ക് യു.